ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആവിയിൽ വേവിക്കുന്ന നല്ല ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇത് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. 2 എണ്ണത്തിൻ്റെയും തൊലി കളഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നുറുക്കിയെടുക്കാം. ഇത് ചെറുതായിട്ടാണ് ഞാനിവിടെ നുറുക്കിയെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ചെറുതായി എല്ലാതും നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 ബെല്ലവും പിന്നെ ഒരു ചെറിയൊരു കഷ്ണവും ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഇത്തിരി കൂടി പോയാലും കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ശർക്കര ഉരുക്കിയത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര ഇവിടെ ഇരിക്കട്ടെ. നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പഴം അരിഞ്ഞത് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പഴമെല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. പഴവും തേങ്ങയെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പഴമെല്ലാം ഒന്ന് നന്നായി വെന്ത് വരണം. പഴമെല്ലാം നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഉടഞ്ഞ പരുവത്തിലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ലേശം ശർക്കര ഉരുക്കിയതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. പഴം നന്നായി ഒന്ന് ഉടഞ്ഞ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. പഴം ഞാൻ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായാണ്. അപ്പോൾ ഇവിടെ 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഇനി ഈ പഴമെല്ലാം നടുഭാഗത്തേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന ശർക്കര ഉരുക്കിയതും കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ശർക്കര ഉരുക്കിയത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം. ശർക്കര ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ഡ്രൈ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ലേശം നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് ആവി വരുന്ന സമയത്ത് ഇഡ്ഡലി തട്ടിലേക്ക് നെയ്യ് പുരട്ടി കൊടുത്ത് അതിൽ ഈ മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കുഴികളിലേക്കും ഈ മാവ് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ടീസ്പൂൺ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതേപോലെ ടീസ്പൂൺ കൊണ്ട് ഒന്ന് നന്നായി ഒന്ന് ഷെയ്പ്പാക്കി പരത്തി കൊടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി തട്ടിലെല്ലാം മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം തിളച്ച് ആവി ഒന്ന് ഒടുങ്ങിയിട്ടുണ്ട്. നമുക്കിത് ആവിയിൽ ഇനി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. ഇപ്പോൾ 2 തട്ടും നമുക്കിത് എടുത്തു മാറ്റി വയ്ക്കാം. ഇനി ഇത് ചൂടാറട്ടെ. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇത് തട്ടിൽ നിന്ന് ഓരോന്നായി എടുത്തു മാറ്റാം. ഇപ്പോൾ ഇത് ചെറുതായി ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു കത്തിയെടുത്ത് അതിന് തുമ്പ് കൊണ്ട് ഒന്ന് ഇത് അടർത്തിയെടുക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല ഒരു പലഹാരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാതും ഇതേപോലെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.